യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 328880 അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ആദി എക്സ്പ്രസ് പത്തനംതിട്ട സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉടൻ എത്തിച്ചേരും. യാത്രയോ കൃപയാ ധ്യാൻ ദീജിए. പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ. പത്തനംതിട്ടയിൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ലല്ലോ. പക്ഷേ ട്രെയിനുണ്ട്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട്, റെയിൽവേ ട്രാക്കുണ്ട്, മൊത്തത്തിലൊരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. അപ്പം സംഭവം മനസ്സിലായോ? ഇതാണ് നമ്മുടെ വൈറലായ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ എവിടാണെന്നറിയോ? പത്തനംതിട്ട ജില്ലയിൽ, അതായത് പത്തനംതിട്ട ജംഗ്ഷൻ ടൗണിൽ തന്നെ അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് ഇത്. അപ്പം പത്തനംതിട്ട ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഇല്ല, പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ തിരുവല്ല. നമ്മുടെ പത്തനംതിട്ടയുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവല്ലയാണ്. പക്ഷെ ഒരു കാരണവശാലും പത്തനംതിട്ടയിലുള്ള ഒരാൾ പോലും തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറില്ല. പിന്നെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. അപ്പം ഇതുപോലൊരു റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ടയിൽ വന്നാൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ എത്രയാണെന്ന് പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സന്തോഷം കൂടെ ഞാനിവിടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് അർജുൻ എന്ന് പറയുന്ന പയ്യനാണ്. അർജുൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ സാധനം. അതിനകത്ത് ഈ മിനിയേച്ചർ. അപ്പോൾ ഈ മിനിയേച്ചറിനകത്ത് എന്തൊക്കെയുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ തന്നെ ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് സെക്ഷൻ തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഐ ലവ് പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. നമ്മുടെ ആറന്മുള, പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ആറന്മുള വള്ളംകളി ഒഴിവാക്കിയിട്ടുള്ള ഒരു സംഭവമില്ല. അപ്പൊ അർജുൻ ആറന്മുള നമ്മുടെ വള്ളങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻട്രി വഴി അകത്തോട്ട് പോയാൽ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഒക്കെ ഉണ്ട് ഉള്ളില്. അപ്പൊ അങ്ങനെ പോയി നമ്മൾ എവിടെ എത്തും? ഇവിടെ ട്രെയിനുണ്ട്, റെയിൽവേ ട്രാക്ക് ഉണ്ട്, നമുക്ക് യാത്ര പോകുന്നവർക്ക് ഇരിക്കാനുള്ള സ്റ്റേഷനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അർജുനോട് തന്നെ ചോദിച്ച് നമുക്ക് ഇതിന്റെ വിശദമായ വിവരങ്ങളെല്ലാം അർജുൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് അർജുനോട് തന്നെ ചോദിക്കാം. അതായത് ഞാൻ ആദ്യം ട്രിവാൻഡ്രത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ മിനിയേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാനും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു 2 ദിവസമൊക്കെ ലീവ് ഉള്ളായിരുന്നു. ആ സമയത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, നമ്മുടെ പത്തനംതിട്ടയിലുള്ള എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്. ബസ്സിലാകുമ്പോൾ ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെയാണ് നമുക്ക് എടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട വന്നു കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് എല്ലാവർക്കും എത്തുന്ന രീതിയിൽ തിരുവനന്തപുരത്തായിരുന്ന സമയത്ത് അർജുൻ എവിടെ പോയിട്ട് പോകും? ചെങ്ങന്നൂരോ തിരുവല്ല? അല്ല, ഞാൻ ബസ്സിനായിരുന്നു മൊത്തം. നമുക്കിപ്പം ട്രെയിൻ വരാനാണെങ്കിലും ചെങ്ങന്നൂർ വന്നിട്ട് പിന്നെയും ബസ്സിന് വരണം. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അപ്പം പത്തനംതിട്ട ബേസ് ചെയ്ത് പത്തനംതിട്ടയുടെ രീതിയിലൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പത്തനംതിട്ടയുടെ റെയിൽവേ സ്റ്റേഷൻ ആദ്യം ചെയ്തത് മിനിയേച്ചറായിട്ട്. എത്ര ദിവസത്തെ പണിയാണ്? ഇതിപ്പോൾ ഏകദേശം ഒരു 7 മാസത്തോളം എടുത്തു. കാരണം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പത്തനംതിട്ട ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഡിസൈൻ എങ്ങനെ ചെയ്യണം, റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ ഭാഗം എങ്ങനെ ചെയ്യണം, ഏതൊക്കെ സ്റ്റോറുകൾ അതിനകത്ത് ചെയ്യണം, പിന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കണമായിരുന്നു. അങ്ങനെ ഒരു 7 മാസം എടുത്തു ചെയ്യാൻ വേണ്ടി. ഇതിപ്പോൾ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് ഫോം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോം ഷീറ്റ്. പിന്നെ നമുക്കിതെല്ലാം മൊത്തത്തിൽ ഒരു എന്താ പറയുക, ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് മൊത്തം ചെയ്തേക്കുന്നത്. ഇതിനകത്തൊന്നും നാച്ചുറലായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസൈൻ നമ്മുടെ ആറന്മുള വെള്ളം കളിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു 2 ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എൻട്രി. അതെ, ഇവിടെ നമ്മൾ പാർക്കിങ്ങിനായിട്ടുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ പത്തനംതിട്ടയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻട്രി വരുന്നത്. പിന്നെ കുറേ ഡിസൈൻസ് എല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ, അത് നമ്മൾ കോമഡി ഉത്സവത്തിൽ നമ്മുടെ വിജിത്ത് എന്ന് പറയുന്ന ചേട്ടൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ് വോയിസ്. അപ്പൊ ഈ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അതെ. അപ്പം എങ്ങനെയാണ് ആൾക്കാരുടെ റെസ്പോൺസ്? വിളിക്കുന്നുണ്ടോ? ആദ്യം ഞാനൊരു ജസ്റ്റ് ഒരു ഇതിന്റെ നമ്മുടെ പത്തനംതിട്ടയുടെ ഒരു ബോർഡ് മാത്രം ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇട്ടായിരുന്നു. അതായത് പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ് വീഡിയോ മാത്രം ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ആദ്യം തന്നെ ഒരു 2000-3000 ഷെയറോളം പെട്ടെന്ന് തന്നെ കയറി. ഒരു മണിക്കൂർ അല്ലെ 2 മണിക്കൂറിനുള്ളിൽ 3000 ഷെയറോളം കയറി. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും ഇതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് എല്ലാം നമ്മൾ ചെയ്ത് വന്നത്. അതെ, റെയിൽവേ സ്റ്റേഷൻ ആവാന്നുള്ള രീതിയിൽ. അതെ,
ഇപ്പൊ ഈ ഇതിനു മുന്നേ വേറെ സാധനം ഉണ്ടാക്കി വൈറലായിട്ടില്ലേ? അതെ, നമ്മുടെ ബുർജ് ഖലീഫ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അബാൻ ജംഗ്ഷനിൽ 2021 ചെയ്തിരുന്നത്. അപ്പം നമുക്കൊരു സൂചന ഉണ്ടായിരുന്നു, ഇതുപോലെ മേൽപ്പാലം വരുന്നുണ്ട് എന്നുള്ള സൂചന ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മേൽപ്പാലം ചെയ്തെടുത്തു, അതും വൈറലായി. അത് പണി കഴിഞ്ഞ് ഒരു 2 മാസം ആയപ്പോഴത്തേനും അതിന്റെ പൈലിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പോ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ അങ്ങനെ വൈറലായി. എന്ന് തൊട്ടാണ് ഈ മിനിയേച്ചർ വർക്കുകളൊക്കെ തുടങ്ങിയത്? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കോവിഡ് സമയത്താണ്. കോവിഡ് സമയത്ത് ഇപ്പം നമ്മൾ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഈ വീടിന്റെ ഒരു മിനിയേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്, ഞാൻ താമസിക്കുന്ന വീടാൻ. അപ്പോൾ അന്നേരം ഞാൻ ആലോചിച്ചു, സ്കൂളിന്റെ മിനിയേച്ചർ ചെയ്താൽ, അതായത് ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ മിനിയേച്ചർ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അന്ന് നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെ ഫിനിഷിങ്ങിൽ വരും. പിന്നെ എൻ്റെ ഒരു കസിനാണ് ഇതിന്റെ പ്ലാൻ എല്ലാം വരച്ചതെന്ന്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 30 ദിവസം കൊണ്ട് ഈ സ്കൂളിന്റെ മിനിയേച്ചർ കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ചെയ്തതുകൊണ്ട് പറയില്ല, അന്നേരം തന്നെ നമുക്ക് ആ ഫിനിഷിങ്ങിൽ വന്നപ്പോൾ ഇതെൻ്റെ സ്കൂൾ തന്നെയാണെന്നുള്ള രീതിയിൽ അങ്ങനെ സ്കൂളിൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം കയറി. അങ്ങനെ ഒരു ദിവസം നമ്മളെ പ്രിൻസിപ്പൾ വിളിച്ചു. അങ്ങനെ അവിടെ നിന്നൊരു ക്യാഷ് അവാർഡ് തന്നു. അങ്ങനെ ആ ക്യാഷ് അവാർഡ് കൊണ്ട് അടുത്ത അമ്പലം സ്റ്റാർട്ട് ചെയ്ത അമ്പലം 11 അടിയുടെ വലിയൊരു മിനിയേച്ചറായിട്ട് ചെയ്തു. അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ബുർജ് ഖലീഫ ചെയ്തു. ബുർജ് ഖലീഫയുടെ ആദ്യം ഒരു 3 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ചെയ്തത്. നമുക്ക് ബുർജ് ഖലീഫ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ബിൽഡിംഗ് ആണ്. അപ്പം 3 സെൻറ്റിമീറ്റർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞൊരു 1.5 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററോളം ചെയ്ത് അതിന് വേൾഡ് റെക്കോർഡും കിട്ടി. അങ്ങനെ പിന്നെ അത് ബുർജ് അൽ അറബ് ചെയ്തു, പിന്നെ പത്തനംതിട്ട ചെയ്തു, പിന്നെ ഇപ്പൊ സെക്രട്ടേറിയറ്റ് ലുലു. ബുർജ് ഖലീഫ ഉണ്ടോ അവിടെ? ബുർജ് ഖലീഫ എല്ലാം പോയി. ഞാൻ ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് ഇവിടെ എനിക്ക് നോക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എല്ലാം നശിച്ചു. അപ്പൊ ഈ വീടിന്റെ ഭിത്തിയിലൊക്കെ അർജുന്റെ പണി തന്നെയാണ്? അതെ അതെ. ആദ്യം പെൻസിൽ ഡ്രോയിങ്ങും പെയിന്റിങ്ങും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ മിനിയേച്ചറിലോട്ട് വന്നപ്പോൾ അതെല്ലാം നിർത്തി. അപ്പൊ ഈ ജോലിക്ക് പോകുന്നില്ലേ? ഉണ്ട്. അപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം? അതെ, വൈകുന്നേര സമയത്താണ്. ഒറ്റയ്ക്ക് എല്ലാം ഒറ്റയ്ക്ക്. ഓക്കെ. അപ്പൊ അതെ, അർജുന്റെ വീടിന്റെ വാതിലിൽ തന്നെ അർജുന്റെ കുറെ കലാവിരുദ്ധകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അർജുൻ വരച്ചതാണല്ലേ വീട് പണി സമയത്ത്? വീട് പണി കഴിഞ്ഞിട്ട് ഇത് വരച്ചു. ഇത്രയും അതിനകത്തോട്ട് കയറിയാലും കുറെ സംഭവങ്ങളുണ്ട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുക. ഈ കുപ്പിയൊക്കെ അർജുന്റെ വരകളാണ് ഇതിലെല്ലാം. അതുപോലെ ഈ ഭിത്തിയിലൊക്കെ അർജുൻ വരച്ചിട്ടുണ്ട്. ഒരു കൃഷ്ണൻ അല്ലെ, ഒരു ഉണ്ണിക്കണ്ണനുണ്ട്. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ മൈ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന അവരുടെ ടീഷർട്ടിലെ പടമാണ് വരച്ചിരിക്കുന്നത്. അത് ഇച്ചിരി വലുതാക്കി ചെയ്തത്. ഇതൊക്കെ സമയം പോക്കിന്? അതെ, നമ്മുടെ ആദ്യത്തെ ലോക്ക്ഡൌൺ സമയത്ത് വരച്ചതാണ് ഇതൊക്കെ. അപ്പൊ അർജുന്റെ വീടിനകത്തോട്ട് നമുക്ക് കാണാം. അർജുന്റെ കുറേ ഒക്കെ കലാവിരുദ്ധകൾ നമുക്ക് അകത്ത് കാണാൻ പറ്റും. ഇതായിരുന്നു വലഞ്ചേരി ദേവീക്ഷേത്രം ചെയ്തതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മെഡൽ കിട്ടിയത്. ഇത് നമ്മുടെ ബുർജ് ഖലീഫ ചെയ്തതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയതിൻ്റെ. അർജുന്റെ ഈ നേട്ടങ്ങൾക്കൊക്കെ പിന്നിൽ ഒരു മധുര പ്രതികാരത്തിന്റെ കഥ കൂടെ ഉണ്ട്. അതുകൂടെ അർജുൻ തന്നെ പറയും. അതായത് ഞാനാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ബാക്ക് ബെഞ്ചർ ആയിരുന്നു. അപ്പം നമ്മുടെ ഫോട്ടോ അങ്ങനെ പത്രത്തിലൊന്നും വന്നിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ റിസൾട്ട് വന്ന സമയത്ത് എൻ്റെ ഫോട്ടോ മാത്രം ഏറ്റവും ചെറിയ രീതിയിൽ ഫ്ലെക്സിൽ കൊടുത്ത്. അപ്പം അന്ന് തൊട്ടൊരു ഒരു വാശിയായിരുന്നു പത്രത്തിൽ എങ്ങനെയും വരണമെന്നുള്ളത്. അപ്പം ഇന്നിപ്പോൾ ഏകദേശം ഒരു 7 വർഷത്തെ പത്രത്തിലുണ്ട്. 2019 തൊട്ട് 2025 വരെ ഉണ്ട്. പിന്നെ ടീച്ചേഴ്സിനൊക്കെ കാണാൻ പോയോ? ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ ഫിസിക്സിന് എനിക്ക് 60-ൽ 6 മാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേപ്പർ എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് ടീച്ചറിന് അയച്ചു കൊടുത്ത്. അപ്പോൾ ടീച്ചറിന് ഭയങ്കര സന്തോഷമായി ഈ ഒരു ഇത് കണ്ടിട്ട്. പിന്നെ പഠിച്ച സ്കൂളിൽ തന്നെ ഇപ്പോൾ 2 വട്ടം ഗസ്റ്റായിട്ട് തന്നെ പോയി. ഭയങ്കര അഭിമാനം തോന്നുന്നില്ലേ? അതെ അതെ. അല്ല, ആ സമയത്ത് ഇപ്പൊ ഈ മിനിയേച്ചർ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കൊറോണ ടൈമിൽ. അതിനു മുന്നേ ഈ പടം വരയൊക്കെ ഇല്ല സ്കൂളിൽ പഠിക്കുന്ന ഉണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ നിന്ന് കാര്യമായിട്ട് അംഗീകാരം അങ്ങനെ പടം വരയായിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ അങ്ങ് പങ്കെടുക്കും.
പിന്നെ നമ്മുടെ നേതാജിയിലെ മറ്റേ റേഡിയോ റൂമിനകത്തൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മിനിയേച്ചർ ചെയ്തതിന് ശേഷമാണ് ഒന്ന് ഇതായി തുടങ്ങിയത്. ഈ ഇപ്പൊ 3 വീഡിയോകൾ വൈറലായി, 3 വീഡിയോ വൈറലായി. അപ്പൊ ഇതിന് ശേഷം ഇപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഉള്ള നമ്മുടെ അയൽവക്കത്തൊക്കെ ഉള്ള റെസ്പോൺസ് എങ്ങനെ? ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വീടിന് മുറ്റത്തിരുന്നപ്പോഴും ഇതിലേക്ക് വണ്ടി പോകുമ്പോൾ എല്ലാരും നോക്കുന്നുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. പിന്നെ ടൗണിലൊക്കെ കടകളിലൊക്കെ കയറുമ്പോഴും എല്ലാരും ഭയങ്കര കാണാൻ വന്നോ? പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷനൊക്കെ കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ടൗണിലോട്ടൊക്കെ ഒന്ന് കടയിലൊക്കെ പോകുന്ന സമയത്ത് മിനിയേച്ചർ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എന്ത് ചെയ്യുന്നു അർജുൻ? ഞാനിവിടെ പത്തനംതിട്ട പി സ്ക്വയറിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. ആ ഡിസൈനറായിട്ട് ജോലി ചെയ്തപ്പോഴാണോ ഉള്ളിൽ ഇങ്ങനെ ഒരു കഴിവ് ഒളിഞ്ഞു? ഞാൻ BSc ഇന്റീരിയർ ഡിസൈനിങ് ആണ് പഠിച്ചതൊക്കെ. പിന്നെ ട്രിവാൻഡ്രത്ത് ഒരു 7 മാസം വർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ മിനിയേച്ചറിനെ ഇനി നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ തന്നെ കൂടി. ഇനി എന്തോ ഭാവിയിലേക്കുള്ള, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മനസ്സിലുണ്ടോ ഉടനെ വൈറലാകാൻ പറ്റിയ എന്തെങ്കിലും? ഇനി നമ്മുടെ 2026 പത്തനംതിട്ട ബേസ് ചെയ്ത് മൊത്തത്തിലൊരു മിനിയേച്ചർ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പം പത്തനംതിട്ടയിൽ ഇപ്പം ടൗൺ സ്ക്വയർ വന്നു. അപ്പോൾ അതൊക്കെ മിനിയേച്ചർ ആദ്യമേ ചെയ്യണമെന്ന് ആലോചിച്ചാൽ, പക്ഷെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇനിയിപ്പം ടൗൺ സ്ക്വയർ, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ പത്തനംതിട്ട ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലെ പാർക്ക്, പിന്നെ പുതിയ പുതിയ വലിയ വലിയ ഷോപ്പുകൾ, പത്തനംതിട്ട ലുലു വരുന്നുണ്ട്. എല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് വലിയൊരു മിനിയേച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഭാവിയിലോട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്കും ഞങ്ങളുടെ എല്ലാവിധ താങ്ക് യു. ആശംസകളും.